കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ ഉണ്ടാകും. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കും. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് പകരക്കാരൻ വരും. അമൽ തേരമറമ്പിൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. കെ ബാബുവിന് പകരക്കാരൻ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? മോത്തി, വയനാടിന് നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ള ചർച്ചയാണ് കോൺഗ്രസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അവലോകനങ്ങളായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാകും. ആ ചർച്ചയിൽ ഒരു മിഷൻ എന്താകണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കും. 2024 ഇതേപോലെ തന്നെ ഈ സപ്താ കൺവെൻഷൻ സെന്ററിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ക്യാമ്പ് നടന്നത്. ആ ക്യാമ്പിൽ ഒരു മിഷൻ 25 പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചിരുന്ന അതെല്ലാം നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിന് കാരണമായത് എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് എക്കാലവും വെല്ലുവിളിയാകുന്നത് പോലെ ഇക്കാലവും വെല്ലുവിളിയാകാൻ പോകുന്നത്. ഒരു സീറ്റിലേക്ക് ആവശ്യക്കാർ ഒരുപാടാണ്. ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ യുവ സ്ഥാനാർത്ഥികളെയൊക്കെ പരിഗണിക്കാം, സ്ത്രീകളെയൊക്കെ ഭൂരിഭാഗം സീറ്റുകളിലേക്കും പരിഗണിക്കാം എന്നൊക്കെ പറയുമ്പോൾ പോലും മുതിർന്ന നേതാക്കൾ ഒരുപാടുണ്ട്. ഇവരെല്ലാം ഇറങ്ങും. മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ ആണെങ്കിൽ മത്സരിക്കണമെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഇന്നലെ KC വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആരും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ട എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോർപ്പറേഷനിലൊക്കെ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെയൊക്കെ നാളുകൾക്ക് മുന്നേ പ്രഖ്യാപിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലവിലുള്ള സിറ്റിംഗ് MLA-മാരുണ്ട്. ആ സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം ആളുകളും വീണ്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. അവരുടെ പ്രഖ്യാപനം, അവരോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും. 20-ാം തീയതിക്ക് ശേഷം എന്ന് വേണമെങ്കിലും ഇടതുപക്ഷം അത്ര ചെറിയ പോരാളിയല്ല അല്ലെങ്കിൽ എതിരാളിയല്ല എന്നത് കോൺഗ്രസിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ശക്തമായി തന്നെ പിടിച്ചെടുക്കാനുള്ള എല്ലാ പദ്ധതികളും ഇടുന്നതും, അല്ലേ? മോദി, കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാരിൽ 3 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചെറിയൊരു ആശങ്കയുള്ളത്. അത് ഒന്ന് കെ ബാബുവിന്റെ കാര്യത്തിലാണ്. കെ ബാബു മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കെ ബാബുവിന് ഒരു പകരക്കാരൻ തൃപ്പൂണിത്തുറയിലേക്ക് എത്തും. തൃപ്പൂണിത്തുറയിലേക്ക് M സ്വരാജ് വീണ്ടും എത്തുന്നു എന്നുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളെല്ലാം ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോഴാണ് തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിന് കെ ബാബുവിനെ പോലെ ഒരു ശക്തന് പകരക്കാരനെ കണ്ടെത്തേണ്ടി വരുന്നത്. കെ ബാബുവിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് ഈ തൃപ്പൂണിത്തുറ സീറ്റിൽ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെരുമ്പാവൂർ സീറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സമാനമായ ആരോപണം നേരിടുന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു വട്ടം കൂടി അവസരം കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ചർച്ച നടക്കുന്നു. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ രാഹുലിൻ്റേത് പോലെയുള്ള ഒരു പ്രതിഷേധമൊന്നും പ്രതിപക്ഷത്തു നിന്ന് പോലും ഭരണപക്ഷത്തു നിന്ന് പോലും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഇളവ് നൽകണമോ എന്നുള്ളൊരു ആലോചന ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ പോലും സീറ്റ് വെച്ചുമാറ്റം സംബന്ധിച്ച കാര്യത്തിൽ ഈ മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ ഈ 3 സീറ്റുകൾ സംബന്ധിച്ച് കേരള കോൺഗ്രസുമായി ഒരു വെച്ചുമാറ്റ ചർച്ചകളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ആദ്യഘട്ട പ്രഖ്യാപനത്തിൽ പെരുമ്പാവൂർ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പമാണ് ഈ പറയുന്ന സുൽത്താൻ ബത്തേരി, ഈ ക്യാമ്പ് നടക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ നിന്നും IC ബാലകൃഷ്ണൻ മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകണമോ, ഇവിടെ നിന്നും മാനന്തവാടിയിലേക്ക് എത്തണമോ എന്നുള്ളൊരു ചർച്ചയൊക്കെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. പക്ഷേ IC ബാലകൃഷ്ണന് അത്തരമൊരു ആലോചനയോട് താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമ്പോൾ 20-ാം തീയതിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ ഈ 3 സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ഒരു ചർച്ച നടക്കുന്നത്. മറ്റെല്ലാ സീറ്റിലെയും സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കും. ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി AICC പ്രഖ്യാപിച്ചിരുന്നു. ആ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി എത്തിയിരിക്കുന്നത് മധുസൂദൻ മിസ്ത്രിയാണ്. കേരളത്തിന്റെ പഴയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ മധുസൂദൻ മിസ്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഇന്നലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു മാനദണ്ഡം എന്താകുമെന്നുള്ള കാര്യത്തിൽ ഒരു ആദ്യഘട്ട നിലപാട് വ്യക്തമാക്കിയിരുന്നു. വിജയം മാത്രമായിരിക്കും മാനദണ്ഡം. അതിലിപ്പോൾ യുവാവ് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാ പരിഗണനകളും വെച്ചുകൊണ്ട് വിജയസാധ്യത മാത്രം മുൻനിർത്തി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉണ്ടാകും എന്ന് KC പ്രഖ്യാപിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ കടിഞ്ഞാണ് എന്തായാലും KC വേണുഗോപാലിൻ്റെ
കയ്യിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷമാണ് എങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്നും ഒന്ന് കയറി തിരിച്ചു വരാൻ പ്രമുഖരെ അടക്കം രംഗത്തേക്ക് ഇറങ്ങി മത്സര രംഗത്തേക്ക് പോകാനുള്ളൊരു തീരുമാനവുമായി എത്തുന്നു. തീപാറുന്ന ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമീപകാലത്തൊന്നും കോൺഗ്രസ് നടത്താത്ത ഒരു മുന്നൊരുക്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അവർ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. മോത്തി.